ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ ഒരു ഉച്ച വരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നീച്ചുള്ളൂ. 6:30ക്കാണ് നീച്ചത്. എന്താ വെച്ചെങ്കിൽ കുട്ടികൾക്കൊക്കെ വയ്യ, പനിയും ചുമയും ഒക്കെ ആയ കാരണം ഒന്നും ഉറങ്ങി നീച്ച് ഇവർക്ക് പനിക്കുണ്ടോ നോക്കുക. പിന്നെ അതൊക്കെ ഉള്ള കാരണം ഇടയ്ക്കിടയ്ക്ക് നീക്കണ കാരണേ നേരം വൈകി നീക്കാൻ. പിന്നെ മരുന്ന് കൊടുക്കും പനിക്കുണ്ടെങ്കിൽ. പിന്നെ ഉറക്കം പോയിരും. അങ്ങനെ നേരം വൈകി നീക്കാൻ. ഇപ്പോൾ കട്ടൻ ചായ വയ്ക്കുകയാണ്. പഞ്ചസാര ഇടുമ്പോൾ ചെറിയ ടീസ്പൂണാട്ടോ. കുറേ നേരം 2-4 ടീസ്പൂണൊക്കെ ഇട്ടാലൊന്ന് മധുരമാവുള്ളൂ. ഇവിടെ പിന്നെ നല്ല മധുരം വേണം. അപ്പോൾ അങ്ങനെ കട്ടൻ ചായ വെച്ചിട്ടേ ഞാൻ പല്ലേക്കുള്ളൂ. പിന്നെ നേരത്തെ എനിക്ക് കുളിക്കണ ശീലമൊന്നുമില്ല. അത് ആദ്യമേ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുളിച്ചിട്ട് എനിക്ക് പനിയും ചുമയൊക്കെ വന്നിട്ട് ഉള്ള പോയിക്ക് വയ്യ ഇടങ്ങാറാവാൻ. അപ്പോൾ ഞാൻ കുളിക്കാറൊന്നുമില്ല. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടൊന്ന് പല്ലേക്കാണ്. അപ്പോൾ പൂച്ച എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. പൂച്ച ഗർഭിണിയാ. പൂച്ച പ്രസവിക്കാറായിട്ടുണ്ട്. ഇവിടുത്തെ പൂച്ചയാണ് കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ട്. അത് എവിടെയാണാവോ. അപ്പോൾ പിന്നാലെ നടക്കുക. അങ്ങനെ കുട്ടികളൊന്നും നീച്ചിട്ടില്ല. അവർക്ക് നല്ല പനി ഉണ്ടെന്ന്. വെള്ളിയാഴ്ചയാണ്. സ്കൂളിലേക്കും പറഞ്ഞയച്ചില്ല. പിന്നെ മദ്രസ ഒന്നും ഇല്ലല്ലോ. മദ്രസ ഉണ്ടെങ്കിലും പറഞ്ഞയക്കാൻ പറ്റില്ല. എന്താ പറയുക, നല്ല പനിയാണ്. ഉറക്കം ശരിയാവണില്ല. ഈ ചുമയും പനിയും കാരണം കിടന്നുറങ്ങാനൊരു സമാധാനവും ഇല്ല. അത് കാരണം എനിക്ക് 2 ദിവസമായി നല്ല തലകനാണ്. തലക്ക് ഒരു ജാതി കനം പോലെ. അപ്പം ഞാൻ പല്ലേച്ച് മുറി കഴിഞ്ഞാൽ 2 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായയുടെ പണി നോക്കുള്ളൂ, കടി ഉണ്ടാക്കണ പണി. അപ്പം എല്ലാവരും നീച്ച് വെച്ചാൽ 2 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുക, പച്ചവെള്ളം കുടിക്കുക. അപ്പം ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്നത് ചപ്പാത്തി മുട്ടക്കറി. എനിക്ക് ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടോ. മുട്ടക്കറി ഒക്കെ ഉണ്ടാക്കുക. അതിനാൾ നീച്ചിട്ട് നല്ല ഉറക്കുക. കുട്ടികളും നല്ല ഉറക്കുക. അപ്പോൾ 4 മുട്ട ഉണ്ട്. അത് പുഴുങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വയ്ക്കുമ്പോഴത്തേനും അതാവും. ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് എളുപ്പമായിട്ടാ. വേഗം ഉണ്ടാക്കി കഴിയും. ഷേപ്പ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആവും. എന്നാലും കുഴപ്പമില്ല. വേഗം പരത്തും ഞാൻ. അങ്ങനെ നേരം വൈകിട്ട് നീക്കാൻ വിചാരിക്കുന്നുണ്ടാവും. നേരത്തെ നീക്കാത്ത പെണ്ണല്ലേ, അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. കുട്ടികൾക്ക് വയ്യാത്ത കാരണം അങ്ങനെ ഒന്നും ഉറങ്ങി നീച്ച് പിന്നെ ഇവർക്ക് പനിക്കുണ്ടെങ്കിൽ ഗുളിക കൊടുക്കാനും കൊടുക്കും. പിന്നെ വെള്ളം കൊടുക്കും. വേണമെങ്കിൽ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നീക്കണ കാരണം നമ്മൾ പിന്നെ ഉറങ്ങുമ്പോൾ പിന്നെ ഉറക്കത്തിൽ പെട്ട് പോവുകയാണ്. അതാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ നീക്കണതാണ്. എന്താ ചെയ്യുക, മക്കൾക്ക് വൈകിയ ഒരു സമാധാനം. ഒരു കുടുംബം തന്നെ ഉറങ്ങിയ പോലെ അല്ലേ വൈകിയ. സ്കൂളിൽ പോയാൽ പിന്നെ 2 ആഴ്ച സ്കൂളിലേക്ക് അവിടെ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച പിന്നെ പനിയുടെ പനിയാണ് 3 ആൾക്കും. പറഞ്ഞിട്ട് കാര്യം, കുട്ടികൾക്ക് പ്രതിരോധ ശക്തി ഇല്ല. പണ്ടത്തെ കാലം എന്നല്ല. അപ്പോൾ എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ എല്ലാത്തിലും വിഷമില്ലേ. പച്ചക്കറിയിലായാലും മീനിലായാലും എന്തിലായാലും ഒക്കെ വിഷം അടിച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മളൊക്കെ കഴിക്കണം. നമുക്കൊക്കെ പിന്നെ പ്രതിരോധിക്കാനുള്ള ആരോഗ്യമുണ്ട്. മക്കൾക്കാണ് തീരില്ലാത്തത്. അവറ്റ കിടന്ന് ഇടങ്ങാറാകുമ്പോൾ സഹിക്കണമില്ല. അങ്ങനെ ചപ്പാത്തി പരത്തിലൊക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ ക്ലീനാക്കും. ഞാൻ അപ്പം തന്നെ ക്ലീനാക്കും കേട്ടോ. പിന്നെ ഒരു കട്ടൻ ചായ ഇപ്പോഴാണ് ഒരു തുള്ളി കട്ടൻ ചായ കുടിക്കുള്ളൂ. ഒരു ഗ്ലാസ് നിറച്ച് ചായ കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു പേരിന് ശേഷം കട്ടൻ ചായ ഞാൻ കുടിക്കും. അങ്ങനെ ചപ്പാത്തി ചൂടുകയാണ്. പിന്നെ അവരൊക്കെ നീക്കാൻ ഒരുങ്ങുന്നുണ്ട് അവിടെ. അപ്പം ചപ്പാത്തി ചൂടുത്തി കഴിഞ്ഞു. മുട്ട പുഴുങ്ങിയതായിട്ടുണ്ടെങ്കിൽ ഇക്ക നീച്ചുണ്ട് കേട്ടോ. ഇക്ക നീച്ച് മുട്ടക്കറി ഉണ്ടാക്കാൻ സബോള വെട്ടിയതിൻ്റെ ഇക്കന്നെ ഉണ്ടാക്കണത്. അപ്പോൾ കുട്ടികളൊക്കെ ഇതാ നീക്കാൻ അവിടെ കിടന്ന് ഞെളിയും പിരിയില്ല. പൈസ നീച്ച് വന്ന് അടുപ്പം തറ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. അവന് ഉപ്പച്ചിയുടെ പിന്നാലെ. ഉപ്പച്ചിക്ക് എങ്ങോട്ടും പോകാൻ പാടില്ല, ഒന്ന് റോട്ടിക്ക് പോകാൻ പാടില്ല, കച്ചവടത്തിന് പോകാൻ പാടില്ല. എപ്പോഴും വയ്യാണ്ടായി ഉപ്പച്ചീനെ കണ്ടുകൊണ്ടിരിക്കണം. എന്നോടൊന്നല്ല അധികം സ്നേഹം, അവന് ഉപ്പച്ചിയോടെ സ്നേഹം. അപ്പോൾ ഇക്കയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. കടുക് പൊട്ടുമ്പോൾ പേടിയാണ്. കുറേയൊക്കെ നീങ്ങി നിന്നിട്ടാണ്. അങ്ങനെ അതൊന്നും ഞാൻ എടുത്തില്ല. കടുക് പൊട്ടുമ്പോഴേ മേത്തിക്കാൻ എടുത്ത് എറിച്ചു. അപ്പോൾ നീങ്ങി നിന്നു. അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിരിക്കുള്ളൂ. അതൊന്നും ഇടില്ല കേട്ടോ പറഞ്ഞിട്ട്. അപ്പം അതൊന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ
സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താവണാവോ മുട്ടക്കറി. പിന്നെന്താ കുഞ്ഞോളും ഉണ്ണിമോളും നീക്കുന്നുണ്ട്. ഉണ്ണിമോൾക്ക് നല്ല പനിയായിരുന്നു. 2 മണിയാകുമ്പോൾ പൊള്ളണ പനി. അപ്പോൾ അവളെ വായിക്കൊന്നൊരു സുഖമില്ല ഈ പനി കാരണേ. കുഞ്ഞോള് ഇതാ നീക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കണില്ല. ഇപ്പോൾ ഉണ്ണിമോള് തീരെ പൈസ ഇപ്പോൾ ഏതാണ്ട് ശരിയായി. ഭക്ഷണമൊക്കെ കഴിച്ച് വരുന്നുണ്ട്. അങ്ങനെ കൂട്ടാൻ റെഡി ആയിട്ട് ഇനി കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ എങ്ങനെയുണ്ട്. ഇവളെന്നെ പല്ലേപ്പിച്ച് കൊടുക്കണം. ഇവൾക്ക് തന്നെ പല്ലേക്കാൻ പറ്റില്ല. ഇവൾക്ക് ഞാൻ പല്ലേച്ച് കൊടുക്കണം. ബ്രഷ് ആൾ വായിൽ വെച്ച അപ്പം ഓക്കാനാ. അതെന്താണാവോ, അത് ചെറുപ്പത്തിലേ ഉള്ള സ്വഭാവമാണ്. അപ്പോൾ അവൾക്ക് ഞാൻ എപ്പോഴും എന്നോട് പല്ലേച്ച് കൊടുക്കാനാ പറയുക, അല്ലെങ്കിൽ ഇക്ക പല്ലേച്ച് കൊടുക്കണം. ഒറ്റയ്ക്ക് തേക്കാൻ ഇഷ്ടമല്ല അവൾക്ക്. അങ്ങനെ അവരുടെ ചായ കുടിക്കാൻ ഇരിക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂർ അവർക്ക് ഇരുന്നാലാണ് ഇനി അവരെ ചായപൊടി കഴിയുള്ളൂ. ചെറുത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. കഴിക്കാനാവോ, കഴിച്ചില്ലെങ്കിൽ ഞാൻ വാരി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവർക്കൊന്നും മേശയിൽ ഇരുന്ന് കഴിക്കാൻ ഇഷ്ടമില്ല. ഒരാൾക്ക് TV-യുടെ മുന്നിൽ പോയി ഇരുന്നാലും ഇവർക്കൊക്കെ ഇറങ്ങുള്ളൂ. ഇക്കാർക്ക് തീരെ ഇഷ്ടമല്ല മേശയിൽ ഇരിക്കുന്നത്. വെറുതെ മേശ മേടിച്ചിട്ടൊക്കെ കുടുംബത്ത് മേശമ്മ ഒരാൾക്ക് ഇരിക്കുന്നത് ഇഷ്ടമല്ല. ഇക്ക താഴ്ത്തിയിരുന്ന് കഴിക്കുള്ള ഭക്ഷണം. ഇക്കാർക്ക് അവിടെ നിന്ന് താഴ്ത്തിയിരുന്ന് കഴിക്കാൻ അത്ര ഇഷ്ടം. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്തെല്ലാവരും താഴ്ത്തിയിരിക്കണമെന്ന് വിചാരിക്കേണ്ടത്. എനിക്ക് താഴ്ത്തിയിരുന്ന് കഴിക്കാൻ അറിയാൻ ഇഷ്ടമുള്ളൂ. ഇക്കാർക്ക് കിട്ടാം. എനിക്ക് പിന്നെ മേശമ്മ ഇരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ സോഫയുടെ മുകളിൽ വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ ഉണ്ട് അതുമ്പോൾ ഇരുന്ന് കഴിക്കുക. അങ്ങനെ ഞാനും കഴിക്കണം ഭക്ഷണം. അവൾ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ പൊട്ടായിട്ട് അതിനും വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാട് ഉപ്പ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇക്കാട് ഉപ്പൊക്കെ ചായ കുടിച്ചു പറഞ്ഞു. അവൾക്ക് പനിക്കുണ്ടല്ലോ ഉണ്ണിമോൾക്ക്. എങ്ങനെയുണ്ട്, കുറവുണ്ടോ, ഭേദമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നേക്കവരെ. അപ്പോൾ അവരിപ്പോൾ പോയി ഇപ്പോൾ ചായ കുടിച്ചിട്ടാണ് വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചായ കുടിച്ച പാത്രങ്ങൾ ഒരു കുന്ന് കിടക്കുന്നുണ്ട്, പാത്രം മോറാൻ. അതൊക്കെ മോറിയൊക്കെയാണ്. ഇനി പണികൾ ഇഷ്ടം പോലെ അടിക്കണം. അടിച്ച് വരിയിടുള്ളൂ. തുടക്കലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട്. ഇനി ചോറിന് വെള്ളം വെച്ചിട്ടില്ല. കുട്ടികൾക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കണം. ഒക്കെ എൻ്റെ മേലെ കഴുകണുള്ളൂ കേട്ടോ. താഴൊന്നും കഴുകണില്ല. പനി ചുമക്കെ ഇല്ലേ. അപ്പോൾ ഇനി മുറ്റടിക്കണം. മുറ്റൊക്കെ അങ്ങനെ ആകെ ചമ്മല പിടിച്ച് കിടക്കുക. അങ്ങനെ വേഗം പാത്രമൊക്കെ കഴുകി വെച്ച് വീഡിയോ എടുക്കണം. കാരണം എൻ്റെ പണികൾ വേഗം കഴിയുന്നുണ്ട്. അത് വേറെ കാര്യം. നിങ്ങളോട് കുറച്ച് വർത്താനം പറയുകയും ചെയ്യുക. എൻ്റെ പണികളൊക്കെ വേഗം കഴിഞ്ഞു. ഇക്ക പിന്നെ പള്ളിക്ക് പോകുന്ന വെള്ളിയാഴ്ച അല്ലേ, പള്ളിയിൽ പോകണ്ടേ. അപ്പോൾ വന്നിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. പള്ളി പോയി പിന്നെ വന്നിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതും കുറേ കടിച്ച് വരിയിട്ട് കഴിഞ്ഞാൽ അവിടെ അത് വൃത്തിയായി കിടന്നോളൂ. ആകെ കച്ചറായി കിടക്കുന്നുണ്ട്. കുട്ടികൾക്ക് മരുന്ന് കൊടുത്ത് ലിസ്റ്റും മറ്റേ തൊണ്ടും അതൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് ചായ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പൂക്കളാണ് അവിടെ. ആകെ വെതറി ആകെ പരത്തിയിട്ടിട്ട് ചായ കുടിക്കുള്ളൂ. ഇനി അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഇനി മുറ്റടിക്കണം. പകം പോലെയൊക്കെ അടിച്ച് വരി കഴിഞ്ഞു. മുറ്റടിക്കാൻ പോവാണ്. മുറ്റടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇത് വല്ലവരെ വെളുപ്പൊക്കെയാണ്. പക്ഷേ നമ്മുടെ നേരെ നോക്കി ഈ കാട് പിടിച്ച് ചമ്മലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. എനിക്ക് പിന്നെ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ കരടൊക്കെ ആയിട്ട് കിടക്കുന്നത്. അതൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ട് കൊടുക്കും. അവർ മതിലൊന്നും കിട്ടില്ല. അവർക്ക് പിന്നെ പറഞ്ഞു, നിങ്ങൾ എന്താ വെച്ചാൽ തൂണുകളൊക്കെ തോരട്ടോ, എന്താ പെരുമാറിക്കോളേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മുടെ വളപ്പ് പോലെ ഇട്ടതും. അപ്പം ഞാനതൊക്കെ അടിച്ച് വാരി കഴിഞ്ഞു. ഇനി അരി ഇട്ടിട്ടില്ല. വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ചോറിന് അരി ഇടണം. അങ്ങനെ കുഞ്ഞോള് ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. എല്ലാം നന്നായി തിളച്ചിട്ടാണ് കിടന്നിരുന്നത്. അപ്പോൾ അരിയൊക്കെ ഇട്ടു. ഇനി കുട്ടികൾക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കണം. പൈസ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഒപ്പിച്ചു. അവൻ അറിയാണ്ട് ചില്ലറ പൈസ എടുത്തിട്ട് കടയിലേക്ക് പോയി മുട്ടായി മേടിക്കാൻ പോവാൻ നിൽക്കുക. അപ്പോൾ ഇതിന് ഇക്കാട് ഉമ്മ കണ്ടിട്ട് ഇവിടെ വന്ന് പറഞ്ഞു കേട്ടാ. അപ്പോൾ ഇക്കാടയിൽ നിന്ന് ഒരു അടി കിട്ടി. അപ്പോൾ ആകെ പിണങ്ങി മൊന്തയിലൊക്കെ പോയി കിടക്കുക. എന്തൊക്കെയാണ് അവൻ ചെയ്യുന്നു. ഉപ്പിച്ച് അങ്ങനെയൊക്കെ അടിക്കാറില്ല. അത് തന്നെ അവനാകെ വിഷമമായി. നല്ല കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കുമ്പോൾ അവ അധികമാക്കാതെ ഞാൻ എടുക്കാനിട്ടാ. അപ്പോൾ നല്ല ഒരു മെല്ലെ കാലിൻ്റെ തുടയുമ്പോൾ ഒരു അടി അടിച്ചു. എന്തിനാടാ ഞാൻ ഉപ്പച്ചി പറഞ്ഞില്ലേ കടയ്ക്ക് പൊക്കാളാന്ന്. ഇക്ക പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ട് കടയ്ക്ക് പോവുക. അപ്പോൾ ഒരടി കിട്ടിയപ്പോൾ അവനാകെ പിണങ്ങി അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇരിക്കുക. അതിൻ്റെ അല്ല അതൊക്കെ ഉണ്ടായി. അങ്ങനെ നാളികേരം കഴിഞ്ഞൊക്കെയായിരുന്നു. കുടുംബത്തിൽ നാളികേരമില്ല. ഇവിടെ നാളികേരമില്ല, തെങ്ങില്ല. തെങ്ങുണ്ടായിരുന്നു, മുറിച്ചിട്ടാണ് ഇപ്പോൾ വീട് വെച്ചത്.
അപ്പോൾ നാളികേരം കിട്ടിയിട്ടുണ്ട്. നാളികേരം തൊട്ടടുത്ത് വീട്ടിൽ നിന്നാട്ട് അവർക്ക് മേടിച്ചത് ഇപ്പോൾ വാങ്ങിക്കൊണ്ടു തന്നതാ. ഇനി ഇവരേനെ മേല് കഴുകി കൊടുക്കണം. ഇക്കാരെ അടുത്ത് പോയിരുന്ന് കളിക്കുക. നിങ്ങൾ സഞ്ചി കൊണ്ടു കൊടുക്കാൻ പോയിക്കായിരുന്നു. അപ്പോൾ മേലൊക്കെ കഴുകി കൊടുത്ത് അവർ ഉഷാറായിട്ടുണ്ട്. ഇനി കൂട്ടാൻ വയ്ക്കാൻ നോക്കുക. കൂട്ടാൻ വയ്ക്കാൻ ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ സ്രാവ് പൊഴിക്കാനും പിന്നെന്താ പരിപ്പും തക്കാളിയാണ് കൂട്ടാൻ. മുരിങ്ങക്കായും അന്ന് വെച്ച മാതിരി വെക്കാൻ നല്ല ടേസ്റ്റാട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ച് ആയിട്ടുണ്ട്. ചോറ് ഊറ്റുകയാണ്. അപ്പോൾ ഒക്കെ പള്ളിയിൽ പോകാൻ കുളിക്കാൻ റെഡി, എണ്ണയൊക്കെ തേച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി തുള്ളി ഉപ്പിട്ടിട്ട് കഞ്ഞളം കാട്ടിടി പറഞ്ഞു എന്നോട്. അപ്പോൾ അതങ്ങനെ കുടിച്ചിട്ടിരിക്കുക. അപ്പോൾ കൂട്ടാനൊക്കെ സെറ്റായിട്ടാണ് ഒക്കെ തൂമിച്ചു. സ്രാവ് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ചീനമുളക് പറമ്പെന്ന് പൊടിച്ചോർന്നു. പറമ്പൊന്നുമില്ല, അവിടെ കിണറിൻ്റെ അവിടെ വക്കത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പൊടിച്ചോർന്നതാ. അപ്പോൾ അത് അതിൽക്കൂടെ ഇട്ട് കൊടുക്കുക പറഞ്ഞിട്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തു. ഇക്കതാ പള്ളിക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. എന്തൊക്കെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ആൾ. അപ്പോൾ ഫോണ് പിള്ളേരുടെ കയ്യിലാണ്. അപ്പോൾ അത് മേടിച്ച് ഗെയിം കളിക്കുക. അപ്പോൾ അത് കിട്ടിയിട്ട് കിട്ടാൻ വേണ്ടി കാത്തിക്കുക. അപ്പോൾ പൈസയ്ക്കും പോകണം പള്ളിക്ക് പോകണം പറഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ ഈ വെയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അധികമാവില്ല, എന്നെ പിന്നെ കൊണ്ടുപോയി അകത്തേക്ക് കയറിക്കോ പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് കയറ്റി. അപ്പോൾ എനിക്ക് പോയി വരുമ്പോഴത്തേനും എൻ്റെ കൂലിയൊക്കെ കഴിച്ച് എൻ്റെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടാൻ പണി അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് തുടയ്ക്കാൻ വേണ്ട. അപ്പോൾ അതൊക്കെ വേഗം ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. കുട്ടികളും കഴിച്ചിട്ടില്ല. കുട്ടികൾക്ക് പിന്നെ ഭക്ഷണം അലർജിയാണ്, വേണ്ടാന്ന് എപ്പോഴും പറയും. കഞ്ഞവെള്ളമൊക്കെ കൊടുത്തുട്ടാ. ചോറ് ഊറ്റിയപ്പോൾ കഞ്ഞവെള്ളം 3 ആളും കുടിച്ചിട്ടുണ്ട്, ഇക്കയും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പള്ളി പിരിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കുക. കുട്ടികൾക്ക് വാരി കൊടുക്കുന്നുണ്ട്. വാരി കൊടുക്കാനാണ് കുറച്ചോനെ എനിക്ക് ആദ്യം എന്തൊരു ഇഷ്ടമായിരുന്നു, വേഗം കഴിച്ചിരുന്നു. ഇപ്പോൾ അതാ കഴിക്കണമില്ല, വായ കഴിച്ചിട്ടേ. അപ്പോൾ അങ്ങനെ ഉണ്ണിമോൾക്ക് നീച്ച് വരാൻ തന്നെ വയ്യ. ചോറ് കാണുമ്പോൾ തന്നെ അവൾ ഛർദ്ദിക്കാതെ നിൽക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടൊക്കെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ഉള്ള വാരി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കൊണ്ടുപോയിട്ട് ചോറ് കഴിക്കാൻ. ഇവരൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് സമാധാനത്തിലായിട്ട് ഞാൻ കഴിക്കുള്ളൂ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളത്, കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കുള്ളൂ. തന്നെ എൻ്റെ കോലം അതുതന്നെയാണ്, കുറച്ച് കഴിക്കണ കാരണം. അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെ ഞാൻ അധികം വണ്ണമൊന്നുമില്ല കേട്ടോ. ചെറുപ്പത്തിലേ എൻ്റെ ഇങ്ങനെ തന്നെയാണ്, അധികം തടിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ കൂട്ടാനൊക്കെ ഉഷാറായി പറഞ്ഞൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.